പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. പ്രിയപ്പെട്ടവരെ, 2-3 ദിവസമായിട്ട് ക്ലാസ്സിൽ ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ വീട്ടിൽ ധ്യാനിക്കാൻ വേണ്ടി 2 പേരും, ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടെ 2 പേര് ധ്യാനിക്കാൻ വേണ്ടി വന്നായിരുന്നു. നമ്മൾ 5-8 പേര് ധ്യാനിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും 2 പേരാണ് ഏറ്റവും അവസാനമായിട്ട് വന്നത്. അവർക്ക് എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ധ്യാന ക്ലാസ് കൊടുത്ത് അവരെ ധ്യാനിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവർ നിത്യജീവൻ്റെ ഉടമസ്ഥാവകാശമുള്ള മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയോട് കൂടിയ ഒരു വ്യക്തിയായി 2 വ്യക്തികളായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതായത്, ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് മനുഷ്യൻ്റെ മരണത്തെ എടുത്തു മാറ്റി. നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മുടെ ഈ ഒരു പുസ്തകമുണ്ട്, ഈ കുരിശിൻ്റെ വഴിയുമായിട്ട്. കുരിശിൻ്റെ വഴിയുടെ ഏറ്റവും അവസാനം മനസ്താപപ്രകടനം പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടി പറയുകയാണ്. അതിങ്ങനെയാണ്: ഇനി ഒരു പാവം ചെയ്യുക എന്നതിനേക്കാൾ ഞാൻ മരിക്കാനും സന്നദ്ധനായിരിക്കുന്നു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഭയുടെ പഠനപ്രകാരം മരിക്കാൻ അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. മരണത്തിനല്ല അവരെ ഒരുക്കേണ്ടത്, മരിക്കുവാനല്ല അവരെ തയ്യാറാക്കേണ്ടത്. അത് മരണം എന്നൊരു വാക്ക് അവിടെ ഉച്ചരിക്കാൻ പോലും പാടില്ല. യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യൻ്റെ പാപത്തെ, തിന്മയെ ഏറ്റെടുത്ത് മരണമെന്ന അവസാന ശത്രുവിനെയും പരാജയപ്പെടുത്തി മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സഭയിൽ പിന്നെ എങ്ങനെയാണ് മരണം കയറിക്കൂടിയത്? അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊരു വാക്ക് പറയുകയാണ്. ഈ എളിയദാസൻ്റെ ധ്യാന ക്ലാസ് നിങ്ങൾ കൂടിയാൽ നിങ്ങൾ ഒരിക്കലും മരിക്കയില്ലാത്ത ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് നടക്കും. അതായത്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത്, ഞങ്ങൾ പറയുന്നത് ഇനി 2025 2033 കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞാൽ 2034 ഫെബ്രുവരി 15-ാം തീയതി പകൽ 11 മണിക്ക് സർവശക്തനായ ദൈവം ആകാശത്ത് ഇറങ്ങി വരും. സൂര്യനും ചന്ദ്രനും ഭൂമി അപ്രത്യക്ഷമാവുകയും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പുനരാഗമനം സംഭവിക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ തെസ്സലോനിക്കർക്കെതിരെ വചനം പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. അതിന് പന്തകുസ്ത ഭാഷയിൽ പറഞ്ഞാൽ റാപ്ചർ എന്ന് പറയും. എന്നാൽ അതിനെപ്പറ്റി വാനമേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 വർഷത്തിന് കഴിയുമ്പോൾ, ഈ 8 വർഷത്തിനുള്ളിൽ ഇനി ആരും മരിക്കാൻ പാടില്ല. ഒരു വ്യക്തി പോലും മരിക്കാതെ ആ സമയം വരെ ജീവിച്ചിരുന്ന് മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആളുകൾ മരിക്കുന്നു? അതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഈ എളിയദാസൻ്റെ ക്ലാസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണമെന്നും ശ്രമിക്കണമെന്നും ആഗ്രഹമുള്ളവർക്ക് വരാം. അത് അച്ഛന്മാർക്ക് വരാം, കന്യാസികൾക്ക് വരാം, ആർക്കും വരാം. അതായത്, ഇനിയുള്ള 8 വർഷം നമ്മൾ മരിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ആരും മരിക്കുകയില്ല. അതായത്, ഇനി ഒരാൾ മരിച്ചെങ്കിൽ അതിൻ്റെ കാരണം ആ വ്യക്തിയെ തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഒരു മരിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത്, മരണം എന്ന സത്യം ഇനി ഭൂമുഖത്തുനിന്ന് എടുത്തു മാറണം. ക്രിസ്തു വന്നത് മരണത്തെ ഇല്ലായ്മ ചെയ്യാനാണെങ്കിൽ ഇനി ആരും മരിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ആക്സിഡൻറ്റിൽ മരിക്കുന്നു, പാമ്പ് കടിച്ച് മരിക്കുന്നു, വിഷം കുടിച്ച് മരിക്കുന്നു, കൊല്ലപ്പെടുന്നു, തള്ളപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, വിഷം കുടിക്കുന്നു, രോഗാവസ്ഥയിൽ മരിക്കുന്നു, ബോധം കെട്ട് മരിക്കുന്നു, ക്യാൻസർ വന്ന് മരിക്കുന്നു. ഇതെല്ലാം മരണമാണ്. എന്തുകൊണ്ട് മനുഷ്യൻ? ഇനി ആരും മരിക്കാൻ പാടില്ല. 2034 ഫെബ്രുവരി 15-ാം തീയതി വരെ ഉള്ള 8 വർഷക്കാലം ഒരു മനുഷ്യനും മരിക്കാതെ ഭൂമിയിൽ ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിൻ്റെ വരവിൽ സ്വർഗത്തിലേക്ക് അഥവാ മേഘത്തോടുകൂടി എടുക്കപ്പെടുവാൻ തക്കവിധം സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു നിഗൂഢ രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് അടുത്ത ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ എൻ്റെ ധ്യാന ക്ലാസ് കേൾക്കാൻ വന്ന 2 പേര് ഇടുക്കിയിൽ നിന്നാണ് വന്നത്. ഇടുക്കിയിൽ നിന്ന് ഇത്തിരി ദൂരെ നിന്നാണ് അവർ. കണ്ണൂർ ജില്ലയിലെ ഏതോ ഒരു ബ്രദറിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് കേട്ടുകൊണ്ട് അവർ വരികയായിരുന്നു. പ്രിയപ്പെട്ടവർ, അവർ എൻ്റെ ഭവനത്തിൽ തങ്ങുകയും അവർ 2 ദിവസം എന്നോടൊപ്പമായിരിക്കുകയും അവർക്ക് വീട്ടിൽ വെച്ച് ധ്യാന ക്ലാസ് കൊടുക്കുകയും ചെയ്തു. വലിയ ആരാധനകളൊക്കെ ഇവിടെ നടക്കുകയും ചെയ്തു. അവർക്കത് വളരെ അത്ഭുതകരമായി തോന്നിയ വചനമാണ്. ദൈവവചനത്തിൻ്റെ അത്ഭുതങ്ങൾ അവർ കണ്ടു, കേട്ടു. അതായത്, അറിവ്, ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം. ഒരു വചനത്തിന് 3 തല അർത്ഥം. ത്രിതല ദർശന ധ്യാനം. ത്രിതല ദർശന ജ്ഞാനത്തിൻ്റെ വരമനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഇന്ന് വരെ ഒരു മനുഷ്യൻ കേൾക്കാത്ത അതിനിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തുകൾ
ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടതും ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ആ മനുഷ്യന്റെ മരണത്തെ എപ്രകാരം എടുത്തു മാറ്റാം എന്ന് വിശുദ്ധ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ക്ലാസ് കാണിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ പറയുകയാണ്, ദാനിയേൽ പൂവണത്തിൽ അച്ഛൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഡൊമിനിക് വളാലച്ഛൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കാറുണ്ട്, വട്ടായിലച്ഛൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കാറുണ്ട്, ചാലക്കുഴിയിൽ മറ്റനേകം വചനപോഷ ക്ലാസ് കേൾക്കാറുണ്ട്. എന്നാൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളോ ഇനി ആരും മരിക്കുകയില്ല, യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടും, അതിന് തത്തുല്യമായ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു സത്യം ഞാൻ നിങ്ങൾ വെളിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചെവിയിൽ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ ഗ്യാരണ്ടി തരും, ഞാൻ വാക്ക് തരും, ഞാൻ ചലഞ്ച് ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം എന്താണ്, അതിന്റെ ശക്തി എന്താണ്, ആ വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വചനം എന്താണ്, ആ രഹസ്യം എന്താണെന്ന് കേൾക്കണമെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, അടുത്ത മാസം മെയ് മാസം 2, 3, 4 തീയതികളിൽ പൈതൽ മലയിലെ റിസോർട്ടിൽ വെച്ച് നടക്കുന്ന എളിദാസന്റെ ധ്യാന ക്ലാസ്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കേൾക്കാം. പിന്നീട് ഒരിക്കലും നിങ്ങൾ മരിക്കുകയില്ല, അത് യേശു ക്രിസ്തുവിൽ നിങ്ങൾ എടുക്കപ്പെടും. നിങ്ങളുടെ രോഗങ്ങളും ക്ഷീണങ്ങളും എല്ലാ അസ്വസ്ഥരും പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുന്ന അതിൽ നിന്ന് കൂടെ രഹസ്യങ്ങൾ, അതിൽ നിന്ന് കൂടെ വിശുദ്ധിയുടെ തലങ്ങൾ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ഭൂമിയിൽ കേൾക്കാൻ ഒരേ ഒരു അവസരം. അധിക കാലമില്ല, ഇറാനിലേക്ക് പ്രശ്നങ്ങൾ വരികയാണ്, ഒരുപക്ഷെ എല്ലാം നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനിക്കുകയാണ്, താല്പര്യമുള്ളവർക്ക് വന്നാൽ അതിൻ്റെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും. 2 വർഷം മുമ്പ് തലശ്ശേരി രൂപതയിൽ ചെന്ന് പറഞ്ഞ് ഇത് ക്ലാസ് കൊടുക്കാൻ ചോദിച്ചിട്ട് തരാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അങ്ങനെ താല്പര്യവും ഇഷ്ടവുമുള്ള വ്യക്തികൾക്ക് അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ്, ആത്മാവ്, ഇത് മൂന്നും ഒരു പ്രത്യേക രീതിയിലുള്ള വിശദീകരണ പ്രക്രിയ നടന്നു കഴിയുമ്പോൾ അവൻ്റെ ശരീരം അമർത്യ ശരീരമായിട്ട് മാറും. മരണവിധേയമായ ശരീരത്തെ അമർത്യ ശരീരമാക്കി മാറ്റുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനവും പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനവും ത്രിത്വം എഴുതി വെച്ച വെളിപാട് ഗ്രന്ഥത്തിലെ വചനത്തിന് നിഗൂഢ രഹസ്യവും കേട്ടുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിർബന്ധമില്ല, വരാൻ പറ്റുന്നവർക്ക് വന്നാൽ അവൻ മരണരഹിതനായി തിരിച്ചു പോകാം. അവൻ മരിക്കുകയല്ല, അവൻ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ അത്ഭുത രഹസ്യം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ. പ്രിയ സഹോദരരെ, ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ ധ്യാനങ്ങൾ നടക്കുന്നു, എത്രയോ അച്ഛന്മാർ പ്രസംഗിക്കുന്നു, എത്രയോ ധ്യാന സെൻറ്ററുകൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാഭിഷേക ധ്യാനം, കുടുംബ നവീകരണ ധ്യാനം, വരദാനാഭിഷേക ധ്യാനം, വിശുദ്ധീകരണ ധ്യാനം, ആന്തരിക വിശുദ്ധീകരണ ധ്യാനം, ഈ എല്ലാ ധ്യാനങ്ങളെയും കൂട്ടിയിട്ട് ഒരു ധ്യാനം ഞാൻ ധ്യാനിപ്പിക്കും. കേരള സഭയിലെ ഇന്ന് നടക്കുന്ന മുഴുവൻ ധ്യാനങ്ങളെയും, ഇപ്പോഴത്തെ അച്ഛന്മാർക്ക് സ്പെഷ്യൽ ധ്യാനങ്ങളുണ്ട്, നമുക്കറിയാലോ. മെത്രാന്മാരുടെ അവരുടെ അങ്കണത്തിൽ വെച്ച് വൈദികർക്ക് മാസം 3, 4, 6 മാസം കൂടുമ്പോൾ ധ്യാനം കൊടുക്കാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളുടെ പള്ളിച്ച് വിളിച്ചു പറയും, ഞാൻ അടുത്ത ആഴ്ച ധ്യാനത്തിനടുത്ത് ഞങ്ങളുടെ രൂപതയിലേക്ക് പോവുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാൻ അച്ഛന്മാരെ ആഹ്വാനിച്ചു, കേരള സഭയിലെ മുഴുവൻ വൈദികരെയും മെത്രാന്മാരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുന്നത് വെച്ചാൽ അമർത്യ ശരീരമുള്ള ഒരു ശരീരത്തിൻ്റെ ഘടന നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കൂടെ കിട്ടും. അത് അച്ഛനെന്നോ മെത്രാനെന്നോ കപ്പ്യാരെന്നോ കർദ്ദനാളെന്നോ മാർപ്പാപ്പയൊന്നും ഇല്ല. ആർക്ക് വന്നാലും ഈ നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാണ്, പക്ഷേ ആർക്കൊന്നും അറിയില്ല, എവിടെയാണ് കിടക്കുന്നതും അറിയത്തില്ല. അത് വെളിപ്പെടുത്തൽ ധ്യാനം എന്നാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ധ്യാനത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അത് കേൾക്കേണ്ടതാണ്. പ്രിയ സഹോദരങ്ങൾക്ക് താല്പര്യമുണ്ട്, കേട്ട് അമർത്യ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിൽ നാം മരണം കാണാതെ എടുക്കപ്പെടുന്ന ആ വലിയ അത്ഭുതം എങ്ങനെയാണെന്ന് അറിയണമെന്നുള്ളവർ അടുത്ത മാസത്തിലെ ധ്യാനത്തിലേക്ക് വരിക. അതിനായി നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. ശക്തമായ ഒരു ആത്മീയ അനുഭവം വന്നവർക്ക് കിട്ടി. അവർ ധാരാളം ആളുകളെ കൊണ്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ധ്യാന ക്ലാസ്സുകൾക്ക് കേരള സഭയിലെ എല്ലാ റിയത്തിൽപ്പെട്ട സഭാവിഭാഗത്തിൽ, അത് മലങ്കരയെന്നോ ഓർത്തഡോക്സ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ CIS എന്നോ അങ്ങനെ RC എന്നോ ഒന്നുമില്ല, കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ ക്ലാസ്സിൽ വരാം. അങ്ങനെ ധാരാളം ക്ലാസ്സുകൾ ഉണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഓഡിറ്റോറിയങ്ങൾ നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ ക്ലാസ് കൊടുക്കും. അത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ക്ലാസ് കൊടുക്കും. അതല്ല, ആൾ കുറവാണെങ്കിൽ അതനുസരിച്ച് ക്രമീകരണം ഉണ്ടാവും. അതിൽ താല്പര്യമുള്ളവർക്ക് വരാം. അതിന് ഈ ധ്യാന ക്ലാസ്സിൽ ആവശ്യമുള്ളവർ, വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഗൂഗിൾ പേ ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വരാൻ പറ്റില്ല. അത് പ്രത്യേകം ഞാൻ ഒന്നുകൂടി എടുത്തു പറയണം. കഴിഞ്ഞ പ്രാവശ്യം
ഒരാൾ ഗൂഗിൾ പേ ചെയ്യാതെ വന്നു, ഒരാൾ ഗൂഗിൾ പേ ചെയ്തിട്ട് വന്നു. കാരണം ആൾ വരുന്നുണ്ടോ ഇല്ലയോ, ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയാക്കണം, കിടക്കാനുള്ള സ്ഥലങ്ങൾ റെഡിയാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗൂഗിൾ പേ ചെയ്യുന്നത്. അല്ല നമ്മൾ പണത്തിനെ മോഹിച്ചിട്ടോ പണം ഇങ്ങോട്ട് വരട്ടെ ചിന്തിച്ചിട്ടോ ഒന്നുമല്ല. എനിക്ക് ഒരു പണവും വേണ്ട പ്രിയപ്പെട്ട, ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കും. പക്ഷേ അവിടെ ഭക്ഷണത്തിൻ്റെയും അവിടെ കിടക്കാനുള്ള സ്ഥലത്തിൻ്റെയും വാടകയാണ്, അതിൻ്റെ പൈസയുടെ ആവശ്യമാണ്, ആ പൈസയുടെ ആവശ്യം. അല്ലാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് 10,000 ലക്ഷം ഒന്നും ഞാൻ ചോദിക്കില്ല. കേരളത്തിലെ എല്ലാ ധ്യാന സെൻ്ററുകളിലും ലക്ഷങ്ങളുടെ വരുമാനമുണ്ട്. എനിക്കൊരു പൈസയും വേണ്ട. ഈ കേരളത്തിലെ എല്ലാ ധ്യാനം കൂടെ ഒരുമിച്ച് കൂട്ടിയാലും ഈ ഒരു ധ്യാനത്തിനൊപ്പം നിൽക്കാനും പറ്റില്ല. അത് നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം താല്പര്യമുണ്ടെങ്കിൽ വരിക, ഒന്ന് കേൾക്കാം. നിത്യജീവന ഉടമസ്ഥാവശ്യമുള്ള മനുഷ്യ ശരീരത്തിൻ്റെ ഘടന രൂപപ്പെടുത്തി നിങ്ങൾക്ക് പോകാം. ഹല്ലേലൂയ, ആമേൻ.